ഓക്കെ, നമുക്കിന്നിവിടെ ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡറിൻ്റെ മറ്റൊരു ഭാഗത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ട്രൈ സ്ക്വയറിനെ കുറിച്ചാണ്. ട്രൈ സ്ക്വയറിൻ്റെ ഒരു വീഡിയോ നേരത്തെ ഞാൻ ചെയ്തിരുന്നു, പക്ഷേ അതിൻ്റെ അകത്ത് 1-2 പോയിന്റുകൾ വിട്ടുപോയിരുന്നു. അതായത് ഈ ബർ സ്ലോട്ട്, പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്നും അതിൻ്റെ അത് ചെയ്തിട്ടില്ല. അതായത് ജൂനിയർ ഇൻസ്ട്രക്ടറിന് വേണ്ടിയിട്ടല്ല ആ വീഡിയോ ചെയ്തിരുന്നത്, ജസ്റ്റ് ഇതിൻ്റെ അക്യുറസി എന്താണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഒരു വീഡിയോ ചെയ്തിരുന്നത്. ഓക്കെ, ഇത് നമുക്ക് ഈ ഒരു ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡറിൻ്റെ ഭാഗമായിട്ട് ഈ ട്രൈ സ്ക്വയറിനെ പരിചയപ്പെടാം. എല്ലാവർക്കും അറിയാവുന്നത് തന്നെ ട്രൈ സ്ക്വയർ എന്ന് പറയുന്ന ഒരു ടൂള് എന്തിനു ഉപയോഗിക്കുന്നു, അതായത് ഒരു സ്ക്വയർനെസ്, ഫ്ലാറ്റ്നെസ്, അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾസ്, അല്ലെങ്കിൽ ഈ 3 കാര്യങ്ങൾ ചെക്ക് ചെയ്യാനും, അതല്ലെങ്കിൽ നമുക്കൊരു വർക്ക് പീസിനെ ഒരു 90 ഡിഗ്രിയിൽ അലൈൻ ചെയ്യാൻ, നമുക്കൊരു വർക്ക് ഹോൾഡിംഗ് ഡിവൈസായ ഒരു ബെഞ്ച് വൈസിലൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു 90 ഡിഗ്രി അല്ലെങ്കിൽ നേരെ ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് അലൈൻ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് നമ്മൾ ട്രൈ സ്ക്വയർ എന്ന് പറയുന്നത്. ഇതിന് 2 പാർട്ടാണുള്ളത്. ഒരു ബ്ലേഡ് എന്ന് പറയുന്ന ഈ പാർട്ടും സ്റ്റോക്ക് എന്ന് പറയുന്ന ഈ പാർട്ടും. ബ്ലേഡും സ്റ്റോക്കും തമ്മിൽ അറേഞ്ച് ചെയ്താക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് ഇന്ന് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ബർ സ്ലോട്ട് എന്താണെന്നുള്ളതാണ്. ബർ സ്ലോട്ട് അതായത് നമുക്ക് കാണാം, ഈ സ്റ്റോക്കിലാണ് ഒരു സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റോക്കിൽ ഒരു സ്ലോട്ട് ഈ ബ്ലേഡിനോട് ചേർന്നിട്ടാണ്. ഓക്കെ, ബ്ലേഡിനോട് ചേർന്നിട്ട് ഒരു സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. ആ സ്ലോട്ടിൻ്റെ പേരാണ് ബർ സ്ലോട്ട്. അതെന്തിനാണ് നമുക്ക് ഒരു ട്രൈ സ്ക്വയറിൽ കൊടുക്കുന്നത്, അതിനെക്കുറിച്ച് നമുക്കറിയാം. അതിന് തൊട്ട് മുമ്പേ ഈ ബ്ലേഡ് എന്ന് പറയുന്നത് ഒരു ഹാർഡൻഡ് സ്റ്റീലായിരിക്കും. ഓക്കെ, കാര്യം വെച്ചാൽ നമുക്ക് പല വർക്ക് പീസിലും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് നമുക്ക് സ്ക്വയർനെസ് അല്ലെങ്കിൽ ഫ്ലാറ്റ്നെസ് ഇതൊക്കെ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ചേർത്ത് പിടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ വിയർ ആൻഡ് ടിയർ അവോയ്ഡ് ചെയ്യാനായിട്ട്, അതായത് തേയ്മാനങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരു ഹാർഡൻഡ് സ്റ്റീൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് അറിയാം. അപ്പം ആൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഹാർഡൻഡ് സ്റ്റീൽ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ബ്ലേഡാണ് ഹാർഡൻഡ് സ്റ്റീല്, സ്റ്റോക്ക് മറ്റ് മെറ്റീരിയലായിരിക്കും. ഓക്കെ, അടുത്തത് ട്രൈ സ്ക്വയർ എങ്ങനെ സ്പെസിഫൈ ചെയ്യുന്നു. അപ്പം നേരത്തെ കണ്ട കണക്ക് ഈ ഒരു ട്രൈ സ്ക്വയറിൻ്റെ ഈ ബ്ലേഡിൻ്റെ ലെന്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ട്രൈ സ്ക്വയറിനെ സ്പെസിഫൈ ചെയ്യുന്നത്. പിന്നെ ബർ സ്ലോട്ട് എന്തിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ബർ സ്ലോട്ട് പ്രൊവൈഡ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഫിനിഷ് ചെയ്തെടുക്കുന്ന മെറ്റീരിയൽ, ഇപ്പം ഞാൻ ഒരു മെറ്റീരിയൽ കട്ട് ചെയ്തെടുത്തെന്ന് വെച്ചോളൂ. കട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഈ കട്ട് ചെയ്തെടുത്ത് ഈ എഡ്ജിൽ ഇതേപോലെ ഇങ്ങനെ പൊങ്ങിയിരിക്കും. അതായത് ഇതിനെ ബർ എന്നാണ് വിളിക്കുന്നത്. അതായത് നമ്മളൊരു ഫയൽ ഉപയോഗിച്ച് ഒരു മെറ്റീരിയൽ കട്ട് ചെയ്ത് തീരുമ്പോൾ ആ എൻഡ് സൈഡിൽ ഇതേപോലെ മെറ്റീരിയൽ ഇങ്ങനെ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. അതായത് കട്ട് ചെയ്യപ്പെടാത്തതാണ്, അതായത് ഷീർ ചെയ്ത് വന്ന് നിൽക്കുന്ന ആ ഒരു ഭാഗമാണ്. അപ്പോൾ ഇതേപോലുള്ള ഈ ഒരു ഭാഗം ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ ഇതിൻ്റെ സ്ക്വയർനെസ് ചെക്ക് ചെയ്യണമെന്ന് വെച്ചോ. അതിനുവേണ്ടി നമ്മൾ സ്റ്റോക്ക് ആ ഭാഗത്തേക്ക് അമർത്തി പിടിക്കുമ്പോൾ ഈ ഒരു ഭാഗം ഉണ്ടെങ്കിൽ ട്രൈ സ്ക്വയർ മുഴുവനായിട്ട് അവിടെ ചേർന്ന് നിൽക്കത്തില്ല. അവിടെ എന്ത് പറ്റും, തള്ളൽ കിട്ടും, പുറത്തേക്കൊരു തള്ളലുണ്ടാവും. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അവിടെ 90 ഡിഗ്രി അല്ലെങ്കിൽ സ്ക്വയർനെസ് ചെക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഈ ഒരു ഭാഗത്തെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സ്ലോട്ടാണ് എന്തെന്ന് പറയുന്നത്, ബർ സ്ലോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതിനാണ് ഈ ബർ സ്ലോട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇവിടെ. അപ്പോൾ നമ്മൾ ആ വർക്ക് പീസിലോട്ട് ചേർത്തിക്കുമ്പോൾ നേരത്തെ കണ്ട ആ ഒരു ബർ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തോട്ട് ചേർന്ന് നിന്നോളും, അകത്തോട്ട് കയറി നിന്നോളും. അപ്പം നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു പീസിനോട് ചേർത്ത് നമുക്ക് ഈ സ്റ്റോക്കിനെ നിർത്താൻ കഴിയും. ഓക്കെ, അല്ലെങ്കിൽ എന്ത് പറ്റും, നമുക്കവിടെ എറർ ഉണ്ടാവും. അപ്പം ഈ ഒരു പിക്ചർ കാണിച്ചാൽ ബർ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാനായിട്ടാണ്. അപ്പോൾ ബർ സ്ലോട്ട് ഈസ് പ്രൊവൈഡ് ഓൺ ദ സ്റ്റോക്ക്. അത് പ്രത്യേകം ഓർത്തോണം. ബർ സ്ലോട്ട് എവിടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, സ്റ്റോക്കിലാണ്. അറ്റ് മീറ്റ് പോയിന്റ് ഓഫ് ബ്ലേഡ് ടു അക്കോമഡേറ്റ് ദ ബറിനെ അക്കോമഡേറ്റ് ചെയ്യാൻ. ആ ബർ ഉണ്ടെങ്കിൽ എന്ത് പറ്റും, നമുക്കവിടെ അക്യുറേറ്റ് ആയിട്ട് സ്ക്വയർനെസ് ഒന്നും ചെക്ക് ചെയ്യാൻ കഴിയത്തില്ല. ഓക്കെ, ബർ എന്ന് വെച്ചാൽ എന്താണ്, ഡീഫോർമേഷൻ ഓഫ് മെറ്റൽ വെയർ ഇൻ എ റൈസ്ഡ് എഡ്ജ് ഫോം ഓൺ എ മെറ്റൽ പാർട്ട് വിച്ച് ഹാസ് ബീൻ മെഷീൻഡ്. ഓക്കെ, മെഷീൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്ന് കട്ട് ചെയ്തെടുത്ത് അങ്ങനെയുള്ള, അപ്പം മെഷീൻഡ് ചെയ്തൊരു മെറ്റീരിയലിൻ്റെ അറ്റത്ത് എങ്ങനെയായാലും ഇതേപോലുള്ളൊരു ഡീഫോർമേഷൻ ഉണ്ടാകും. ഇങ്ങനെ പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നൊരു സംഭവം ഉണ്ടാകും. അതിനെയാണ് ബർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ട്രൈ സ്ക്വയറിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ച് പെട്ടെന്ന് നോക്കാം. നേരത്തെ നമുക്കെല്ലാം അറിയാവുന്നതാണ്. നമുക്ക് സ്ക്വയർനെസ് ചെക്ക് ചെയ്യാം. ഇതാണ് നമ്മുടെ ഈ ഒരു പീസാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തതെന്ന് വെച്ചോ. അപ്പോൾ ഞാൻ ഇവിടെ ഫയൽ ചെയ്തെടുക്കുകയാണെങ്കിൽ ഈ എഡ്ജിലെല്ലാം നേരത്തെ കണ്ട പോലെ ബർ ഉണ്ടാവും. അപ്പോൾ എനിക്കിങ്ങനെ ചേർത്ത് നിർത്താൻ കഴിയത്തില്ല. ചേർത്ത് നിർത്തിയില്ലെങ്കിൽ എന്ത് പറ്റും, ഇവിടെ സ്വാഭാവികമായിട്ടും എനിക്കത് ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല, അതിങ്ങനെ പൊങ്ങിയിരിക്കും. അപ്പോൾ ആ ഒരു ബറിനെ അക്കോമഡേറ്റ് ചെയ്യാൻ ബർ സ്ലോട്ട് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ചെക്ക് ദ സ്ക്വയർനെസ് ഓഫ് മെഷീൻഡ് ഓഫ് ഫൈൽഡ് സർഫസ്. ഓക്കെ,
അടുത്തതെന്ന് വെച്ചാൽ നമുക്ക് ഫ്ലാറ്റ്നെസ് ചെക്ക് ചെയ്യാം. നമുക്ക് ഈ ഒരു സർഫസിൽ ഈ ബ്ലേഡ് ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ സർഫസ് ഫ്ലാറ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ കഴിയും. ഫ്ലാറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടാവും. പിന്നെ നമ്മൾ ട്രൈ സ്ക്വയർ കൊണ്ട് മെഷീൻഡ് സർഫസുകളിൽ ചെയ്യത്തുള്ളൂ. അതായത് ഒരു സർഫസ് നമ്മൾ ആദ്യം മെഷീൻ ചെയ്തെടുക്കണം. ഓക്കെ, ഈ ഒരു സർഫസ് ആദ്യം നമ്മൾ മെഷീൻ ചെയ്തെടുക്കണം. മെഷീൻ ചെയ്ത് ഒരു നല്ലൊരു ഫ്ലാറ്റ് സർഫസ് ആക്കിയിട്ട് മാത്രമേ നമുക്ക് ആ സ്റ്റോക്ക് അതിലോട്ട് ചേർത്ത് വെക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ആദ്യം ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ താപ്പോട്ട് ഈ ട്രൈ സ്ക്വയർ താപ്പോട്ട് ഇറക്കിയാണ് നമ്മൾ ഇവിടുത്തെ സ്ക്വയർനെസ് ചെക്ക് ചെയ്യുന്നത്. അതായത് ഇതുമായിട്ട് അത് 90 ഡിഗ്രി ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, മെഷീൻ്റെ അല്ലെങ്കിൽ ഇവിടെ സ്റ്റോക്ക് നമുക്ക് ഈ ഒരു സർഫസിൽ ചേർത്ത് വെക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഒരു സർഫസ് അറ്റ്ലീസ്റ്റ് ഒരു സർഫസ് നമ്മൾ മെഷീൻ ചെയ്ത് ഫ്ലാറ്റ് ആക്കണം. അതിന് ശേഷം മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. പിന്നെ ഫ്ലാറ്റ്നെസ് ചെക്ക് ചെയ്യാൻ അത് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നമുക്ക് ഈ സർഫസിന് ഈ എഡ്ജിന് 90 ഡിഗ്രി ആയിട്ട് നമുക്കിങ്ങനെ സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ഒരു ട്രൈ സ്ക്വയർ ഇതേപോലെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ ഈ എഡ്ജിന് 90 ഡിഗ്രി ആയിട്ട് നമുക്ക് എന്ത് പറ്റും, അവിടെ ലൈൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്. മാർക്ക് ലൈൻസ് ഇട്ട് 90 ഡിഗ്രി ടു ദ എഡ്ജ് ഓഫ് വർക്ക് പീസ്. അടുത്തതെന്ന് വെച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞ കണക്ക് നമുക്കൊരു ഒരു ഹോൾഡിങ്, ഇതൊരു ബെഞ്ച് വൈസാണ്. ബെഞ്ച് വൈസിൽ നമ്മുടെ വർക്ക് പീസ് കറക്റ്റ് ഈ ഒരു ഫ്ലാറ്റിന് 90 ഡിഗ്രി ആയിട്ട് അലൈൻ ചെയ്യണം. അതിന് നമുക്ക് എന്ത് പറ്റും, ഈ ഒരു ട്രൈ സ്ക്വയറിനെ ഉപയോഗിക്കാൻ കഴിയും. ട്രൈ സ്ക്വയർ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലേഡ് കറക്റ്റായിട്ട് ഇങ്ങനെ നിൽക്കും. ഈ ബ്ലേഡിനോട് ചേർത്ത് നമ്മൾ വർക്ക് പീസ് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് അവിടെ അത് ആ ഒരു സ്ട്രൈറ്റ് പൊസിഷനിൽ തന്നെ നിൽക്കും. സെറ്റ് വർക്ക് പീസ് സെറ്റ് റൈറ്റ് ആംഗിൾസ് ഓൺ ദ വർക്ക് ഹോൾഡിംഗ് ഡിവൈസ്. ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ട്രൈ സ്ക്വയർ ഉപയോഗിക്കുന്നത്. ഇനി അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ, ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. മെഷർമെൻറ്റ്സിന് വേണ്ടിയിട്ട് നമ്മൾ ട്രൈ സ്ക്വയർ ഒരിക്കലും ഉപയോഗിക്കത്തില്ല. മെഷർമെൻറ്റിന് ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റ് അല്ല ഒരു ടൂളല്ല എന്ത് നമ്മുടെ ട്രൈ സ്ക്വയർ എന്ന് പറയുന്നത്. അതൊരു ചെക്കിംഗ് പർപ്പസാണ്. ഓക്കെ, പിന്നെ നമ്മൾ അവൈലബിൾ സൈസ് പഠിച്ചിരിക്കണം. ട്രൈ സ്ക്വയർ ഈ 3 സ്റ്റാൻഡേർഡ് ലെൻസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്: 100 mm, 150 mm, 200 mm. അപ്പോൾ ട്രൈ സ്ക്വയറിൻ്റെ അക്യൂറസി പറയുന്നത് നമ്മളുടെ അബ്സല്യൂട്ട് രീതിയിലല്ല, ഒരു ഇതിൻ്റെ ലെന്തിന് റിലേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അക്യൂറസി പറയുന്നത്. അതായത് ബ്ലേഡിൻ്റെ ലെന്ത് മാറുന്നതനുസരിച്ച് അതിൻ്റെ അക്യൂറസിയിൽ മാറ്റം ഉണ്ടാകുന്നു. പക്ഷേ ആ ഒരു അക്യൂറസി രേഖപ്പെടുത്തുന്നത് എങ്ങനെയാണ്, ഓരോ 10 mm 0.002 mm എന്നുള്ള അക്യൂറസിയിലാണ്. ഓക്കെ, ഓരോ 10 mm കൂടുന്തോറും ഈ അക്യൂറസി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോഴത്തേക്ക് ഒരു 100 mm ട്രൈ സ്ക്വയറിൻ്റെ അക്യൂറസിയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിനകത്ത് 0.002 mm അല്ല 0.02 mm ആണ്. കാര്യം വെച്ചാൽ എന്താണെന്ന് അറിയാമെന്ന് തോന്നുന്നു. വെച്ചാൽ ഒരു 10 mm ഒരു 100 mm 10 mm ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഓരോ 10നും 0.002 mm ആണ്. അപ്പോഴത്തേക്ക് ഒരു 100 mm ട്രൈ സ്ക്വയറിൻ്റെ അക്യൂറസി 0.02 mm ആയിരിക്കും. നേരത്തെ വീഡിയോയിൽ ഞാൻ ഇത്തിരി വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് മനസ്സിലായില്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് നോക്കിയാൽ മതി, പെട്ടെന്ന് മനസ്സിലാവുന്നതായിരിക്കും. അടുത്ത 150 mm ഒരു ബ്ലേഡ് ലെന്തുള്ള ട്രൈ സ്ക്വയറിൻ്റെ അക്യൂറസി എന്ന് പറയുന്നത് 0.03 mm ആയിരിക്കും. അതേപോലെ 200 mm ആണെങ്കിൽ 0.04 mm ആയിരിക്കും. ഓക്കെ, ഇനി പ്രീവിയസ് ചോദിച്ച ക്വസ്റ്റ്യൻസാണ് അത് ചോദിച്ച ക്വസ്റ്റ്യൻസും പിന്നെ അതുപോലെ തന്നെ ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുമാണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഒരു ട്രൈ സ്ക്വയറിൽ നിന്ന് ഞാൻ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും മാക്സിമം ചോദിക്കാനുള്ള സാധ്യതയുള്ളത്. ഓക്കെ, ഒരു ട്രൈ സ്ക്വയർ എന്തിനു ഉപയോഗിക്കുന്നു? അപ്പോൾ ചെക്ക് സ്ക്വയർനെസ് അല്ലെങ്കിൽ ചെക്ക് ഫ്ലാറ്റ്നെസ് അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾസ് ചെക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് റൈറ്റ് ആംഗിൾസിൽ നമ്മൾ വർക്ക് പീസിനെ സെറ്റ് ചെയ്യാൻ, ഇതിനൊക്കെയാണ് നമ്മളൊരു ട്രൈ സ്ക്വയർ ഉപയോഗിക്കുന്നത്. ഒരു ട്രൈ സ്ക്വയർ എങ്ങനെയാണ് സ്പെസിഫൈ ചെയ്യുന്നത്? ബ്ലേഡ് ലെന്തിനെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഒരു ട്രൈ സ്ക്വയർ നമുക്ക് സ്പെസിഫൈ ചെയ്യുന്നത്. അവൈലബിൾ സൈസായിട്ടുള്ള ട്രൈ സ്ക്വയർ, അതായത് ട്രൈ സ്ക്വയറിന് നമുക്ക് അവൈലബിൾ സൈസ് ഏതൊക്കെയാണ്? ഒരു 100 mm, ഒരു 150 mm അല്ലെങ്കിൽ 200 mm, ഇങ്ങനെ 3 സൈസിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു ട്രൈ സ്ക്വയറിൻ്റെ അക്യൂറസി എത്രയാണ്? ഇതെന്ന് വെച്ചാൽ ജനറൽ ക്വസ്റ്റ്യൻ ആണ്. ട്രൈ സ്ക്വയറിൻ്റെ അക്യൂറസി എന്ന് ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ കൃത്യമായ ആൻസർ എന്ന് പറയുന്നത് 0.002 mm per 10 mm ലെന്ത് ഓഫ് ബ്ലേഡ്. ഓക്കെ, ലെന്ത് ഓഫ് ബ്ലേഡ് എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്താക്കണം. 0.002 mm ആണ് per 10 mm. ഒരു ട്രൈ സ്ക്വയറിൻ്റെ മെറ്റീരിയൽ, എസ്പെഷ്യലി ഇവിടെ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ബ്ലേഡാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് ഹാർഡൻഡ് സ്റ്റീലായിരിക്കും. സ്റ്റോക്കിൻ്റെത് നമ്മൾ ഹാർഡൻഡ് സ്റ്റീൽ ആവാം, അല്ലെങ്കിൽ മറ്റൊരു വേറെ ഏതെങ്കിലും മെറ്റീരിയൽ ആവാം. അത് പലയിടത്തും പല കാര്യങ്ങളായിട്ടാണ്. അതായത് സ്റ്റോക്ക് ഉടനായിട്ടുള്ള സ്റ്റോക്കും ഉണ്ട്, അതായത് തടി കൊണ്ടുണ്ടാക്കുന്ന സ്റ്റോക്കും ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഞാൻ സ്പെസിഫൈ ചെയ്യാത്തത്. സ്റ്റോക്ക് നമുക്ക് പല മെറ്റീരിയലിൽ ഉപയോഗിക്കാറുണ്ട്, പക്ഷേ ബ്ലേഡ് എപ്പോഴും ഹാർഡൻഡ് സ്റ്റീൽ തന്നെയായിരിക്കും. ഓക്കെ, നമുക്ക് ഒരു
ഇതെന്ന് വെച്ചാൽ ടു അവോയ്ഡ് ഇൻഅക്യുറസി ഇൻ ചെക്കിങ് സ്ക്വയർനെസ് ഓഫ് എ മെറ്റീരിയൽ ഹാവിങ് ബാർ വാട്ട് ഈസ് പ്രൊവൈഡഡ് ഓൺ ദ ട്രൈ സ്ക്വയർ. അതായത് നമ്മളൊരു ചെക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മെറ്റീരിയൽ ബാർ ഉണ്ടെന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് അക്യുറസി ഉണ്ടാകത്തില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇൻഅക്യുറസി ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ ട്രൈ സ്ക്വയറിൽ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ബാറുള്ള മെറ്റീരിയൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു ബറിനെ നമ്മൾ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രൈ സ്ക്വയറിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ് എന്ത്, ബാർ സ്ലോട്ട് എന്ന് പറയുന്നത്. ആ ബാർ സ്ലോട്ട് നമ്മൾ എവിടെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്, ട്രൈ സ്ക്വയറിൻ്റെ സ്റ്റോക്കിലാണ്, അതായത് ബ്ലേഡിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്താണ്. ഓക്കെ, അടുത്തത് അക്യുറസി ഓഫ് 100, അത് നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. ക്വസ്റ്റ്യനായിട്ട് പറഞ്ഞില്ല, സോറി. അപ്പോൾ ഈ 150 mm ട്രൈ സ്ക്വയറിൻ്റെ ഒരു അക്യുറസി എന്ന് പറയുന്നത് 0.03 mm ആയിരിക്കും. നേരത്തെ ജനറൽ ആയിട്ടുള്ള അക്യുറസി ആയിരുന്നു പറഞ്ഞത്. അതേപോലെ നേരത്തെ എല്ലാ അക്യുറസിയും പറഞ്ഞു കഴിഞ്ഞു, അവൈലബിൾ സൈസ് പറഞ്ഞു. ഓക്കെ, 150 mm 0.03, 200 mm 0.04, 100 ആണെങ്കിൽ 0.02 mm. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എനിക്ക് ട്രൈ സ്ക്വയറിനെ കുറിച്ച് പറയാനുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കേണ്ടത്. ഇതിൻ്റെ അകത്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഞാൻ ഇട്ട ക്വസ്റ്റ്യൻസിൽ പ്രീവിയസ് ക്വസ്റ്റ്യനും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ബാക്കി സെഷൻസ് ഞാൻ പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാൻ നോക്കാം. അതിൻ്റെ അത് കുറച്ച് PDF ആയിട്ട് ഉണ്ടാക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് ഇപ്പം ഡിലേ ആവുന്നത്. ഓക്കെ, താങ്ക് യു.